നമുക്ക് നോക്കാം എന്താണ് ഈ ഫത്ത മിസൈലിൻ്റെ പ്രത്യേകത. ഇത് ഫത്ത മിസൈലാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് പാകിസ്ഥാൻ മിസൈലാണ് എന്ന് സ്ഥിരീകരിച്ചതായിട്ട് ANI ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടു കോട്ട് ANI, പാകിസ്ഥാനിൽ നിന്നുള്ള മിസൈലുകൾ ജയ്സാൽമീറിലും ബാർബറിലും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ ഈ ഫത്ത മിസൈൽ എന്താണ് എന്ന് വളരെ വേഗം ഒന്ന് പ്രേക്ഷകരോട് പറയാം. ഈ ഫത്ത മിസൈൽ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർസോണിക് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഹൈപ്പർസോണിക് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഫത്ത സീരീസിൽപ്പെട്ട മിസൈലുകൾ. പാകിസ്ഥാൻ്റെ മിസൈലുകൾ ഫത്ത, ഗസ്നി തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന മിസൈലുകളാണ്, ബാലിസ്റ്റിക് മിസൈലുകളാണ് പാകിസ്ഥാനുള്ളത്. ഇതിൽ ഹൈപ്പർസോണിക് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ശബ്ദത്തേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന പാകിസ്ഥാൻ്റെ ഫത്ത. ശബ്ദവേഗത്തേക്കാൾ 5 മുതൽ 15 വരെ ഇരട്ടി വേഗത്തിലാണ്, മിന്നൽ വേഗത്തിലായിരിക്കും ഈ മിസൈലുകൾ സഞ്ചരിക്കുക. 1400 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഫത്ത മിസൈലിന് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അത് രാജസ്ഥാനിലെ ജയ്സാൽമീർ വരെ വന്നിരിക്കുന്നത്. ഫത്ത മിസൈലാണോ എന്ന് സംശയിക്കുന്നത്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫത്ത മിസൈലാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഹൈപ്പർസോണിക് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഫത്ത 1 എന്ന സീരീസിൽ പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണിക്കാം. ജയ്സാൽമീറിലെയും ബാർബറിലെയും ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ പാടത്ത് വീണ് കിടക്കുന്നത് ഇന്ത്യ ഇന്നലെ ഡിഫ്യൂസ് ചെയ്തത് ഈ ഫത്ത സീരീസിൽപ്പെട്ട ഹൈപ്പർസോണിക് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ശബ്ദത്തേക്കാൾ 15 വരെ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഫത്ത സീരീസിൽപ്പെട്ട മിസൈലുകൾ. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇനി പ്രേക്ഷകർക്ക് കാണിക്കാം. ഈ ദൃശ്യങ്ങളാണ് ജയ്സാൽമീറിലുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഫത്ത സീരീസിൽപ്പെട്ട മിസൈലുകൾ ആണ് എന്ന ഒരു സംശയത്തിലാണ് ഉള്ളത്. നിലവിൽ പ്രേക്ഷകർ കാണുന്ന ഇതാണ്. അതിൽ ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ വീണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ANI സീരീസിൽ പെട്ടിരിക്കുന്ന മിസൈലുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ ANI ആണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഫത്ത സീരീസിൽപ്പെട്ട ഹൈപ്പർസോണിക് മിസൈലുകളാണ് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നതും. അത് നമുക്ക് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം മിസൈലുകൾക്ക് നമ്മളുടെ ഈ ആകാശ പ്രതിരോധം എന്ന് നമ്മൾ സാധാരണ പറയില്ലേ, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം, S-400 ആകാശ് മിസൈൽ പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തെ കബളിപ്പിക്കാനുള്ള കഴിവ് ഈ ഫത്ത മിസൈലുകൾക്കുണ്ട്. കാര്യം അതിൻ്റെ വേഗം തന്നെയാണ് പ്രധാനം. അതുകൊണ്ടാണ് അത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്. ഹൈപ്പർസോണിക്കാണ്. 5 മുതൽ 15 വരെ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും ശബ്ദത്തേക്കാൾ. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ പോർമുഖങ്ങളിലൊന്നിൽ ആണവായുധം വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഫത്ത സീരീസിൻ്റെ പ്രത്യേകത. 1400 കിലോമീറ്റർ റേഞ്ചാണ് ഫത്ത സീരീസിനുള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തും വേണമെങ്കിൽ ഫത്ത സീരീസിൽപ്പെട്ട മിസൈലുകൾ സഞ്ചരിക്കും എന്നുള്ളതാണ് ഇതിനെ ഒരു ഡെഡ്ലി വെപ്പണാക്കി മാറ്റുന്നത്. ആ ഡെഡ്ലി വെപ്പണായ ഫത്ത സീരീസിൽ പെട്ടിരിക്കുന്ന മിസൈലാണോ തകർത്തത് എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും അത്തരം വിവരങ്ങൾ, അതിന് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് രാജസ്ഥാനിലെ ജയ്സാൽമീർ ലക്ഷ്യമാക്കി തൊടുത്ത മിസൈലിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്.